യുദ്ധങ്ങളിൽ രാജ്യങ്ങൾ പരസ്പരം നടത്തുന്ന രഹസ്യ നീക്കങ്ങളും ചാരപ്രവൃത്തികളും പുതിയ സംഭവമല്ല. ഇറാനിലും ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് കാലങ്ങളായി തന്നെ അത്തരം പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. ജൂൺ 13-നാണ് ഇറാനിൽ നിരവധി ഭാഗങ്ങളിലായി ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങളായുള്ള ചിന്തകളുടെയും പദ്ധതികളുടെയും ഭാഗമായാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർക്കാനായി പല ഭാഗങ്ങളിലായി നേരത്തെ തന്നെ ഡ്രോൺ താവളങ്ങൾ സ്ഥാപിച്ചിരുന്നതായാണ് മൊസാദിന്റെ വെളിപ്പെടുത്തൽ. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനം തകർക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പിന്നീട് ആണവ കേന്ദ്രങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ ആക്രമണം നടത്താൻ ഈ താവളങ്ങൾ ഉപയോഗിക്കപ്പെട്ടതായാണ് അവരുടെ അവകാശവാദം. ഇറാന്റെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ നിയന്ത്രണത്തിലുള്ള ഡ്രോൺ ബോംബ് നിർമ്മാണ കേന്ദ്രം ഇറാൻ സുരക്ഷാ സേന പിടിച്ചെടുക്കുകയും തകർക്കുകയും ചെയ്തതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഇവിടെ നിന്നും നിരവധി ഡ്രോണുകളും ആയുധങ്ങളും പിടിച്ചെടുത്തതായാണ് അധികൃതർ അറിയിച്ചത്. രാജ്യത്തെ പല ഭാഗങ്ങളിലായി നടത്തിയ റെയ്ഡുകളിൽ മൊസാദുമായി ബന്ധമുള്ള നിരവധി രാഷ്ട്രീയ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടതായി ടെഹ്റാൻ ടൈംസ് അറിയിച്ചിരുന്നു. മിസൈലുകളടക്കം നിരവധി ആയുധങ്ങൾ ഇതിനിടെ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾക്കായി ഈ ഡ്രോണുകൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ രഹസ്യ അന്വേഷണങ്ങളോടെയാണ് ഈ താവളങ്ങളും നിർമ്മാണ കേന്ദ്രങ്ങളും കണ്ടെത്താനായത്. ഇസ്രായേലിന്റെ ചാരസംഘങ്ങളുമായി ബന്ധപ്പെട്ട ഇവയുടെ പ്രവർത്തനം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു. ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇസ്രായേലി രഹസ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ആയിരിക്കുന്നത്. ഇറാന്റെ താവളങ്ങൾ തകർത്തതിന് പ്രതികാരമായി ടെൽ-അവീവിലെ ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്കും മൊസാദിന്റെ പ്രധാന ഓപ്പറേഷൻ ഹബിനുമെതിരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇവയിൽ ഗ്രീലോഡിലുള്ള ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റായ അമ എന്ന സ്ഥാപനവും ടെൽ-അവീവിലെ ഹെർസിലിയയിൽ പ്രവർത്തിക്കുന്ന മൊസാദിന്റെ രഹസ്യ ഓപ്പറേഷൻ കേന്ദ്രവുമാണ് പ്രധാനമായി ലക്ഷ്യമാക്കിയതെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡ് അറിയിച്ചു. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സാണ് ഈ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ടാണ് മിസൈലുകൾ ഈ ബഹുനില കെട്ടിടങ്ങളിൽ പതിച്ചത്. ഹെർസിലിയയിലും ക്ലീനോൺ മേഖലയിലുമടക്കം ഒരു ദിവസം മാത്രം 30ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സ്ഥലങ്ങളിൽ വൻ നാശം സംഭവിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കർശന സെൻസർഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് തടയുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യയുദ്ധം വെളിച്ചത്തിലായിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിനായി പ്രവർത്തിച്ചു വരുന്ന വിസ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംഭവിച്ച നാശവും അതിന്റെ ഗൗരവം കൂടി വെളിപ്പെടുത്തുന്നു. ഈ സംഭവങ്ങൾ ഇസ്രായേലിന്റെയും ഇറാന്റെയും അതിരുകളിനപ്പുറമുള്ള സാങ്കേതിക യുദ്ധത്തിന്റെ തെളിവുകളാണ് എന്നതിൽ സംശയമില്ല.